കോടികൾ മുടക്കി സിനിമയെടുത്ത് റിലീസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇടുത്തി പോലെ ഇവന്മാർ വരുന്നത്. സെൻസർ ബോർഡ് കാരണം പോലും വ്യക്തമായി പറയാതെ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിലുള്ള പിടി എത്രത്തോളം എന്ന് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ട്. പത്മകുമാർ സംവിധാനം ചെയ്ത ടോക്കൺ നമ്പർ എന്ന സിനിമയ്ക്കും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 65-കാരിയായ ജാനകിയും 72-കാരനായ എബ്രഹാമും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയാണ് ഈ സിനിമ. പേരേതെങ്കിലും ഒന്ന് മാറ്റണം എന്നാണ് ഇവന്മാർ പറയുന്നത്. അബ്രഹാം ആൻഡ് ജാനകി, യു സീ ദ കണക്ഷൻ ഡോണ്ട് യു. ജാനകിയെ മാറ്റി ജയന്തിയാക്കി തൽക്കാലം തടിയൂരി. ഇനി ഒരു നീലകണ്ഠനും മേരിയും തമ്മിലുള്ള പ്രണയമായിരുന്നുവെങ്കിൽ അവർ എതിർക്കുമായിരുന്നോ? സംശയമുണ്ട്. ശരിക്കും ഇനിയുള്ള കാലം സിനിമയൊക്കെ ചെയ്യാൻ വലിയ റിസർച്ച് നടത്തേണ്ടി വരും. പുരാണ കഥാപാത്രങ്ങളുടെ പര്യായങ്ങൾ അധികമുണ്ട്. ഒരു ഹിന്ദുമത പണ്ഡിതനെ തിരക്കഥാകൃത്തിന്റെ ഒപ്പം ഇരുത്തുന്നതൊക്കെ നല്ലതായിരിക്കും. പറയുമ്പോൾ സെൻസർ ബോർഡ് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. കലയെയും ആവിഷ്കാരത്തെയും ഒക്കെ സംബന്ധിച്ച വികലമായ ബോധ്യമുള്ളവരെയാണോ ഫിലിം സർട്ടിഫിക്കേഷൻ പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. അതെ, ഇവിടെ രാഷ്ട്രീയമാണ് മുഖ്യം. സെൻസർ ബോർഡ് ചെയർമാൻ ഒരു വലിയ മോഡി ഭക്തനായി കഴിവ് തെളിയിച്ച ഒരാളാണ്. 1969 ഇതേ രീതിയിൽ ഒരു കേസ് കോടതിയിൽ അന്ന് സുപ്രീം കോടതി പറഞ്ഞത്, പ്രാകൃത മനുഷ്യരെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുരോഗമന ആശയങ്ങളുള്ള ഒരു സമൂഹത്തിന് ചിരിക്കാൻ മാത്രം കഴിഞ്ഞേക്കും എന്ന് പറഞ്ഞ് കളിയാക്കി. ഇന്ന് ഒരു കോടതിക്ക് ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പോലും ഭയമായിരിക്കും. നമ്മൾ കൂടുതൽ പ്രാകൃതരായി എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ വേറെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയുണ്ട്. കുട്ടികൾ സൂംബ ഡാൻസ് കളിച്ചാൽ സംസ്കാരം തകരും, ആഭാസമാണെന്നൊക്കെ പറഞ്ഞു. എന്തവസ്ഥയാണ് നമ്മുടെ.